കെഎസ്ആർടിസിയുടെ ശമ്പള പരിഷ്കരണവും പിരിച്ചുവിടലും അങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ടിഡിഎഫിലെ എം വിൻസെൻ്റ് എം.എൽ.എ. നയിക്കുന്ന ഒരു അതിജീവന യാത്രയാണ് ഇന്ന് കോഴിക്കോട്ടുള്ളത്. അപ്പോൾ കെഎസ്ആർടിസിയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇങ്ങനെ ഒരു അതിജീവന യാത്ര കേരളം ഒട്ടാകെ ഉണ്ടല്ലേ. 9-ാം തീയതി ആരംഭിച്ച അതിജീവന യാത്രയാണ് ഇന്ന് കോഴിക്കോട് എത്തിയിരിക്കുന്നത്. KSRTC സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. CPM-ൻ്റെ MLA എം വിജിൻ്റെ ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടി KSRTCയിലെ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. 503 റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു ദക്ഷിണ മേഖലയിൽ മാത്രം. മറ്റ് ജില്ലകളിലത് വിജ്ഞാപനത്തിലൂടെ അറിയിക്കുമെന്നാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. മാത്രമല്ല, ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് നേടിയെടുത്ത 240 സൂപ്പർ ക്ലാസ് റൂട്ടുകൾ, KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സൂപ്പർ ക്ലാസ് റൂട്ടുകൾ കോടതിയിൽ സർക്കാരും സ്വകാര്യ ബസ് ഉടമകളും തമ്മിൽ ഒത്തുകളിച്ച് കോടതിയിൽ തോറ്റുകൊടുത്തപ്പോൾ അവർക്കൂടെ ഓടിക്കാമെന്നുള്ള സ്ഥിതിയാണ്. 140 കിലോമീറ്ററിന് മുകളിലുള്ള റൂട്ടുകളിലേക്ക് സ്വകാര്യ ബസ്സുകൾ ഓടാൻ പാടില്ല, KSRTC മാത്രമേ ഓടാൻ പാടുള്ളൂ. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ്. അതിന് കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് ശമ്പളം കൊടുക്കാതായത്. 9 വർഷം മുമ്പ് ശമ്പളം മുടക്കിയതാണ്. ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ മാസവും അതാത് മാസത്തെ ശമ്പളം അതാത് മാസത്തെ അവസാന വർക്കിംഗ് ഡേയിൽ തന്നെ നൽകുമായിരുന്നു. ആ 2016 മെയ്ക്ക് ശേഷം ഇത് മുടങ്ങാൻ ഈ ഗവൺമെൻറ് വന്നതുകൊണ്ട് മാത്രമാണ് മുടങ്ങിയത്. അല്ലാതെ യാതൊരു സംഭവവും KSRTCയിൽ ഉണ്ടായിട്ടില്ല. വരുമാന നഷ്ടം ഉണ്ടായിട്ടില്ല. വരുമാനം കൂടുകയാണ്. 44,000 തൊഴിലാളികൾക്ക് അന്ന് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം KSRTCക്ക് ഉണ്ടായിരുന്നു. ഇന്ന് 22,000 പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ DA ഇല്ല, 0% DA ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ NDR-ഉം NPF എല്ലാം പിടിച്ചത് അടയ്ക്കുന്നില്ല. അതുപോലെ തന്നെ PF-ൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുന്നില്ല. 2022 മുതൽ 16 ഡ്യൂട്ടി തികയാതെ വന്ന ജീവനക്കാരുടെ ശമ്പളം സപ്ലിമെൻ്ററി സാലറി ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇൻസെൻറ്റീവ് ബാറ്റ 100-150 രൂപ കിട്ടുന്ന ഇൻസെൻറ്റീവ് ബാറ്റ പോലും ഇപ്പോൾ കൊടുക്കാതായിരിക്കുകയാണ്. മെക്കാനിക്ക് ജീവനക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടി, തുടർച്ചയായ നൈറ്റ് ഡ്യൂട്ടി അവരുടെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഇങ്ങനെയുള്ള അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു KSRTC. ബസ്സുകൾ വാങ്ങുന്നതിൽ നിലവാരമില്ലാത്ത ബസ് വാങ്ങുന്നു. അതുപോലെ ETM പർച്ചേസിലുള്ള ക്രമക്കേട്. പുതിയ ETM ഒരു കരാറുമില്ലാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. അതിലൂടെ ഒരു വർഷം 11 കോടി രൂപയാണ് സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ മാസവും 10 മുതൽ 15 കോടി രൂപയുടെ സ്പെയർ പാർട്സ് വാങ്ങുകയാണ്. ഏറ്റവും പുതിയ ബസ്സുകളുടെ പോലും സ്പെയർ പാർട്സ് വാങ്ങുകയാണ്. 2-3 കൊല്ലം കഴിഞ്ഞ് വാങ്ങേണ്ട സ്പെയർ പാർട്സ് ഇപ്പോഴേ വാങ്ങുകയാണ്. 780-ലധികം കോടി രൂപയുടെ സ്പെയർ പാർട്സ് വാങ്ങുകയാണ്. ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ നിന്ന് പോകുന്ന അവസാനത്തെ വർഷം അന്ന് 6000 ബസ്സുകൾ ഉണ്ടായിരുന്നു. അന്ന് സ്വന്തമായി ബോഡി ബിൽഡ് ചെയ്യുമായിരുന്നു KSRTC. എന്നിട്ട് കൂടി 53 കോടി രൂപയാണ് അന്ന് അവസാനത്തെ ഒരു വർഷം വാങ്ങിയത്. എന്നാൽ ഇന്ന് 4000 ബസ്സേ ഉള്ളൂ, ബോഡി ബിൽഡ് ചെയ്യുന്നില്ല. എന്നിട്ടും ഒരു വർഷം മാത്രം 123 കോടി രൂപയുടെ പർച്ചേസ് നടത്തിയിരിക്കുകയാണ്, സ്പെയർ പാർട്സ് പർച്ചേസ് നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടക്കുന്നില്ല. KSRTCയിലെ CNTG-യുടെ ഓഡിറ്റ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് നാളെ വരെ നടക്കുന്നില്ല. 25,000 കോടി രൂപയാണ് ഈ കാലയളവിൽ വരവും ചെലവുമായി KSRTC കൈകാര്യം ചെയ്തിരുന്നത്. ഒരു വില്ലേജ് ഓഫീസിൽ പോലും ഓഡിറ്റ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് KSRTCയിൽ ഓഡിറ്റ് നടക്കാത്തത്? അപ്പോൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSRTCയിൽ ഞങ്ങൾ TDF-ൻ്റെ ആഭിമുഖ്യത്തിൽ അതിജീവന യാത്ര നടത്തുന്നത്. തൊഴിലാളികൾ നല്ല സ്വീകാര്യതയാണ് ഈ അതിജീവന യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് ഇപ്പോൾ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി അവശേഷിക്കുന്നത് പത്തനംതിട്ടയും ആലപ്പുഴയും തിരുവനന്തപുരം ജില്ലയിലെ കുറേ ഭാഗങ്ങൾ മാത്രമാണ്. ഈ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണോ? എല്ലാ ജില്ലകളിലും ഈ ജാഥ നടത്തുകയാണ്. എല്ലാ ജില്ലയും ഏകദേശം 11 ജില്ലകൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി ഏകദേശം 3 ജില്ലകൾ കൂടിയാണ് ഈ TDF-ൻ്റെ അതിജീവന യാത്രയ്ക്ക് ബാക്കിയുള്ളത്. ഈ KSRTCയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ്, ഈ സ്വകാര്യവൽക്കരിക്കുന്നത് അടക്കം ശമ്പള പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.